ഹലോ, ഞാനൊന്ന് ടൗണ് വരെ വന്നതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും കുറ്റിക്കാട്ടൊരു വഴിയല്ലേ പാസ് ചെയ്ത് പോവുക, അപ്പോൾ വീട്ടിലൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള വരവാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം വഴിയിൽ നിന്ന് അമ്പലം വരെ വരവ് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് താലപ്പൊലിയും വെളിച്ചപ്പാടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ വഴി കൂടിയാണ് നേരെയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കത്തിയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അമ്മ അമ്പലത്തിൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്തൊരു ക്യൂ ആണ് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ എത്രയേ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാമെന്നറിയാം അമ്പലത്തിൽ പോയിട്ട്. അതായത് ഈ ഉത്സവങ്ങളിലൊക്കെ എത്രയോ പേര് വീട്ടിനടുത്തുള്ള എല്ലാ കുട്ടികളും ഉണ്ടാവും, ഒന്നിച്ച് നിന്നിട്ട് കത്തി അടിച്ച് അങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ക്യൂ ഒന്നും അങ്ങനെ നിൽക്കാറില്ല. അങ്ങനെ ഞങ്ങളിതാ വേഗം ജസ്റ്റ് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് അപ്പോൾ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കയറിയപ്പോൾ നമ്മളത് ഒന്നിച്ചാണ് കേട്ടോ ഇരിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് കയറുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഒന്നിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾക്ക് 4 പേർക്ക് ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. അങ്ങനെ ഓരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അഹിമോനൊക്കെ സ്കൂളിൽ പോയതാണ്. പിന്നെ അഹിമോന് കിട്ടിയില്ലല്ലോ എന്നുള്ളതൊന്നും എനിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സദ്യ ആവുന്ന സമയത്ത് അവന് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് സദ്യ. ബിരിയാണി, മന്തി റൈസ് അങ്ങനത്തെയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പോലെ അയ്യോ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ഇതുണ്ടാവും മനസ്സിൽ. പക്ഷേ ഈ സദ്യ ആവുന്ന സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു ഇറങ്ങുന്ന സമയത്ത് വെള്ളാട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പലഹാരം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അഹിക്ക് എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിതാ അവന് നുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നുറുക്കും പൊരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ കളർ മിഠായി, ബജ്ജി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഓൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഓൻ കഴിക്കൂല. അപ്പം ഞാൻ ഇത് മാത്രം എടുത്തു. അങ്ങനെ ഇനി ഇവിടുന്ന് വീട്ടിൽ പോയി ബാഗ് എടുത്തിട്ട് വേണം നേരെ വിടാൻ വേണ്ടിയിട്ട്. അഹിമോ എത്തുമ്പോഴത്തേക്ക് എത്തണം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൊട്ടടുത്താണ്, കുറച്ച് പോകാനുള്ളൂ. അടുത്ത് തന്നെയാണ് അമ്പലം വരുന്നത്. പിന്നെ അവിടുന്ന് എടുത്ത കുറച്ച് സെൽഫീസാണ് കേട്ടോ. പിന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം അമ്മനോട് കത്തിയടിച്ചതിന് ശേഷമൊക്കെയാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ടൈം ഉണ്ടായിരുന്നു. ഏട്ടൻ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ അതുവഴി പാസ് ചെയ്യുന്ന ബസ് അങ്ങനെ വരുന്നില്ലായിരുന്നു ആ ടൈമിന്. കുറേ നേരം ഇരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു അമ്മേനെയും ഒരു മോളെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം അവരോട് കത്തിയടിച്ച് അങ്ങനെ ഇരുന്നു. അവർക്കൊരു വാവ ഉണ്ടായിരുന്നു. അപ്പോൾ വാവേനെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. അവിടുന്ന് എടുത്ത സദ്യൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഓക്കെ, ബൈ.